ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമിനേഷനിൽ പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ സെക്കൻഡ് ടേമിലുള്ള ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സെക്കൻഡ് ടേമിലുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത. 11 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. സോ തീർച്ചയായും കൃത്യമായി ഇതിലെ പ്രോബ്ലംസ് എഴുതി പഠിച്ചാൽ മാത്രമേ എക്സാമിനേഷന് നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓൾറെഡി നമ്മൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിലാണ് നമ്മുടെ സിലബസിൽ ഈ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾ കുറച്ച് ടഫ് എന്ന് പറയുമെങ്കിലും സെലക്ട് ചെയ്ത് പഠിച്ചാലും ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഈ ചാപ്റ്റർ പൂർണ്ണമായി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ട് പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതി പഠിച്ചാൽ ഉറപ്പായിട്ട് ഈ 11 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ആദ്യം ബേസിക് ഇൻ്റഗ്രേഷൻ അറിയണം. അത് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ചാപ്റ്ററിലെ കീ പോയിന്റ്സ്. First one, order of a differential equation is the order of the highest order derivative occurring in the differential equation. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഓർഡർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഒക്കറിംഗ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ എക്സ്പോണന്റ്, അതിനെയാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓൺ മോർ കണ്ടീഷൻ, ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അതായത് ഡെറിവേറ്റീവ്സ് പോളിനോമിയൽ ഫോമിലാണെങ്കിൽ മാത്രമേ ഡിഗ്രി ഡിഫൈൻഡ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഇപ്പൊ ഇ റൈസ് ടു dy by dx അല്ലെ, ഒരു ഫംഗ്ഷൻ അകത്ത് ഡെറിവേറ്റീവ് വരെയാണെങ്കിൽ സൈൻ ബ്രാക്കറ്റിനകത്ത് y ഡബിൾ ഡാഷ് d സ്ക്വയർ y by dx സ്ക്വയർ അങ്ങനെയൊക്കെ വന്നാൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ സൊല്യൂഷൻ ഓഫ് ആൻ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിസ്റ്റ് ഓഫ് m ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട് എങ്കിൽ അത്തരം സൊല്യൂഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട് എങ്കിൽ സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇല്ലാത്ത സൊല്യൂഷനെ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു 4th ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷനിൽ 4 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നിരിക്കുന്നത് ഒരു 3rd ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും? 3 ആർബിട്രറി കോൺസ്റ്റന്റ്സ്. ആർബിട്രറി കോൺസ്റ്റന്റ്സ് 3 ആയിരിക്കും. അത് സൂചിപ്പിക്കാനാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്, a differential equation of the form dy by dx plus py equal to q, where p and q are constants or functions of x only, is called a linear differential equation. അപ്പോൾ എങ്ങനെയാണ് ലീനിയർ തിരിച്ചറിയുന്നത്? dy by dx plus py equal to q. ഈ y-യുടെ ടേം y എന്ന് തന്നെ വരണം. സൈൻ y കോസ് y അങ്ങനെയൊന്നും വരാൻ പാടില്ല. y-യുടെ ടേം y എന്ന് തന്നെ വരണം. ഈ പിയും ക്യൂവും കോൺസ്റ്റന്റ് ആകാം, ഫംഗ്ഷൻ ഓഫ് എക്സ് ആകാം. അതായത് y-യുടെ ടേം y എന്ന് മാത്രം വരികയും ഈ ഫോർമാറ്റിലാണെങ്കിൽ അതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. എങ്കിൽ അതിന്റെ സൊല്യൂഷൻ കാണുന്ന ഫോർമുല, കാരണം അത് പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു q എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് ഫോർമുല? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ഫോർമുല? e റൈസ് ടു ഇന്റഗ്രൽ p dx. എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? e റൈസ് ടു ഇന്റഗ്രൽ p dx. p എന്ന് പറഞ്ഞാൽ y-യുടെ കോഎഫിഷ്യന്റ്, y-യുടെ കൂടെ ഇരിക്കുന്ന ടേമാണ് p എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലി ദ ലാസ്റ്റ് വൺ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഹോമോജീനിയസ് എന്താണെന്നാണ്. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx equal to f of x, y is a homogeneous differential equation if f of
ലാംഡ എക്സ് കോമ ലാംഡ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. ലാംഡയ്ക്ക് പകരം ചില ടി എക്സ് എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ സാധിച്ചാൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ dy by dx ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് എഴുതുക. ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഫംഗ്ഷനിൽ എക്സിന് ലാംഡ എക്സ് വൈക്ക് ലാംഡ വൈ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ സച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആർ കോൾഡ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്താൽ അത് സോൾവ് ചെയ്യാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് y ഈക്വൽ ടു vx. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx ഈക്വൽ ടു ഇവിടെ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. v പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. അതായത് ഈ ഇക്വേഷനിൽ dy by dxന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? v പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, എന്നിട്ട് വൈയുടെ പ്ലേസിൽ vx. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച വേരിയബിൾ സെപ്പറബിൾ ഫോമിലാകും. തന്നിട്ടുള്ള ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണെങ്കിൽ ടു സോൾവ് ദിസ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഈച്ച് ടേം. ഇത്രയും കാര്യങ്ങളാണ് തിയറിറ്റിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ ഓർഡർ എന്താണ്? 2. ഇനി ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ആണ് ഡിഗ്രി. പക്ഷെ ഒരു കാര്യം, ഡെറിവേറ്റീവ്സ് പോളിനോമിയലാണോ? ഇത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ കോസിനകത്ത് dy by dx ഡെറിവേറ്റീവ്സ് എങ്ങനെയല്ല? പോളിനോമിയൽ ഫോമിലല്ല. ഡെറിവേറ്റീവ്സ് റൈസ് ടു 1 0 1 2 3 ആ രീതിയിലായിരിക്കണം. ഇവിടെ അങ്ങനെയല്ല, അല്ലെ? പോളിനോമിയൽ ഫോമിലല്ല. therefore ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. ഇനി സപ്പോസ് ഈ കോസ് ഇല്ലായിരുന്നു എങ്കിൽ ഡിഗ്രി എന്തായിരിക്കും? ഈ കോസ് ഇല്ലായിരുന്നെങ്കിൽ ഇക്വേഷൻ d² by dx² the whole square plus dy by dx equal to 0 എങ്കിൽ ഡിഗ്രി ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ഡിഗ്രി 2 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx equal to 1 plus x² into 1 plus y². അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഡി വൈയുടെ കൂടെ വൈയുടെ ടേമും ഡി എക്സിന്റെ കൂടെ എക്സിന്റെ ടേമും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒറ്റ നോട്ടത്തിൽ തന്നെ അത് പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കാം. എങ്കിൽ ആ ഇക്വേഷൻ ഒരിക്കൽ കൂടെ എടുത്തെഴുതുക. dy by dx equal to 1 plus x² into 1 plus y². dy അവിടെ ഫിക്സ് ചെയ്തു. ഈ 1 plus y² നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ കൊണ്ടുവന്നു. dx ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എത്തിച്ചു. വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. വൈയുടെ കൂടെ വൈയുടെ ടേം, ഡി എക്സിന്റെ കൂടെ എക്സിന്റെ ടേം. അങ്ങനെയാണെങ്കിൽ ടു സോൾവ് ദിസ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇന്റഗ്രേഷൻ ചെയ്യുക. ഇന്റഗ്രൽ 1 by 1 plus y² ഫോർമുല അറിയണം. ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു ഇന്റഗ്രൽ 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ എക്സ്, x² ഇന്റഗ്രൽ സിമ്പിൾ ഫോർമുല x³ by 3 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഒരൊറ്റ ആർബിട്രറി കോൺസ്റ്റന്റ് മാത്രമേ കാണത്തുള്ളൂ, വിച്ച് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇത്തരത്തിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4, സോൾവ് sec² x into tan y dx plus sec² y into tan x dy ഈക്വൽ ടു 0. ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുവേണ്ടി തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതുക. sec² x into tan y dx plus sec² y into tan x dy ഈക്വൽ ടു 0. ഇവിടെയും ഈ പ്ലസിനെ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ആക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആകും. പക്ഷെ കുറച്ചുകൂടി ഈസി ഒരു മെത്തേഡ് ഉണ്ട്. ഈ ഫസ്റ്റ് ടേമിൽ വിത്ത് റെസ്പെക്ട് എക്സ് dx ആണ്. അപ്പൊ അവിടെ ആരാണ് നമുക്ക് വേണ്ടാത്തത്? വൈയുടെ ടേം. അപ്പോൾ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ ഇവിടെ ആവശ്യമില്ലാത്ത ആൾ ആരാണ്? ടാൻ വൈ. അതുപോലെ ഇവിടെ dy. അപ്പൊ ആവശ്യമില്ലാത്തത് എക്സിന്റെ ടേം ടാൻ എക്സ്. അപ്പൊ ഇവിടെ ടാൻ വൈ, ഇവിടെ ടാൻ എക്സ്. അവയുടെ പ്രോഡക്റ്റ് കൊണ്ട് ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യുക. എന്താണ്? ഓരോ ടേമിലും ആവശ്യമില്ലാത്ത ആളെ മാറ്റിവെക്കുക. ഇവിടെ dx ഉള്ളപ്പോൾ വൈയുടെ ടേം വേണ്ട, ടാൻ വൈ മാറ്റിവെച്ചു. ഇവിടെ dy ആകുമ്പോൾ എക്സിന്റെ ടേം വേണ്ട, അവനെ ഇനി മാറ്റിവെച്ചു. അവയുടെ പ്രോഡക്റ്റ് കൊണ്ട് ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യുക. സോ ആദ്യം ഡിവൈഡിങ് ബൈ ഇത് ബൈ ഇത്. അപ്പോൾ എന്ത് സംഭവിക്കും? ടാൻ വൈ ക്യാൻസൽ ചെയ്തു. പിന്നെ എന്ത് കിട്ടും? sec² x ബൈ ടാൻ എക്സ് dx പ്ലസ് ഇവിടെയും ഇതേ ടേം, ഈ ടേം ഇവിടെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? ടാൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. sec² y ബൈ എന്ത് വന്നു? ടാൻ y dy ഈക്വൽ ടു 0 ബൈ ടാൻ എക്സ് ടാൻ y എന്ന് പറയുന്നത് 0 തന്നെയാണ്.
which is in variable separable form. dx ന്റെ കൂടെ x ന്റെ ടേം മാത്രം, dy യുടെ കൂടെ y യുടെ ടേം മാത്രം. So to solve this we have to integrate. ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യണം, ഇതിനെയും ഇന്റഗ്രേഷൻ ചെയ്യണം. സിമ്പിൾ ഇന്റഗ്രേഷൻ അറിയണം. ഇന്റഗ്രൽ sec square x by tan x. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മേളിൽ. tan x ന്റെ ഡെറിവേറ്റീവ് അല്ലേ സി സ്ക്വയർ. അങ്ങനെ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് tan x എന്ന് എഴുതാം. ടൈപ്പ് 3 എന്ന് പറഞ്ഞ് ഇന്റഗ്രേഷനിൽ പഠിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർ ആ ടൈപ്പ് 3 കണ്ട് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ ഇന്റഗ്രൽ tan y യുടെ ഡെറിവേറ്റീവ് ആണ് sec square y. അതുകൊണ്ട് sec square y by tan y ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്ന tan y ഈക്വൽ ടു സാധാരണ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കൊടുക്കും, ഈക്വൽ ടു ലോഗ് സി അങ്ങനെയും കൊടുക്കാം. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എ നമുക്ക് ലോഗ് എ ബി എന്ന് എഴുതാം. അപ്പൊ ലോഗ് ടാൻ എക്സ് ഇൻറ്റു ലോഗ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു ലോഗ് സി എന്ന് വരും. രണ്ട് സൈഡിൽ ലോഗ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു സി എന്ന് കിട്ടും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ ലോഗ് മോഡുലസ് ഓഫ് ടാൻ എക്സ്. ഒത്തിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. സോൾവ് dy by dx പ്ലസ് y by x ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ ബുദ്ധിമുട്ടാണ്. പകരം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവിടെ വൈയുടെ ടേം വൈ മാത്രം, ബാക്കിയെല്ലാം ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് ഏത് ഫോമാണ്? dy by dx പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ വിച്ച് ഈസ് എ ലീനിയർ ഇക്വേഷൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് 1/x. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ. അത് ആദ്യം എടുത്തെഴുതുക. ക്യാപിറ്റൽ പി ഈക്വൽ ടു എന്താണ്? 1/x. ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ് സ്ക്വയർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക. ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ 1/x dx ഈക്വൽ ടു ഇ റൈസ് ടു 1/x ന്റെ ഇന്റഗ്രൽ ലോഗ് എക്സ്. മറ്റൊരു റിസൾട്ട് ഉണ്ട്. ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എക്സ്. ഇ റൈസ് ടു ലോഗ് എക്സ് ക്യൂബ് ആണെങ്കിൽ ആൻസർ എക്സ് ക്യൂബ്. നൗ സൊല്യൂഷൻ ഈസ് ഫോർമുല y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഫോർമുല പഠിക്കണം. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ q എന്തായിരുന്നു? എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ്. അവനെ ഇന്റഗ്രേഷൻ ചെയ്യണം. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടുക. എക്സ് റൈസ് ടു 4/4 പ്ലസ് സി വിച്ച് ഈസ് ദ സൊല്യൂഷൻ. ഇതും ജനറൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇത് ലീനിയറിന്റെ സൊല്യൂഷൻ ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഈ ചാപ്റ്ററിന് ചോദിക്കൂ. വെയിറ്റേജ് കുറവാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് പഠിക്കുക. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. The number of arbitrary constants in the general solution of a differential equation of fourth order. അല്ലെ, ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും? 4 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും ജനറൽ സൊല്യൂഷനിൽ. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ആൻസർ 4. ഓക്കെ, നെക്സ്റ്റ് വെരിഫൈ ദ ഫംഗ്ഷൻ y equal to a cos x plus b sin x is a solution of the differential equation d square y by dx square plus y equal to 0. ഇതിന് സമാനമായ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. എന്താണ്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഈ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഫംഗ്ഷൻ എടുത്തെഴുതുക, എന്നിട്ട് ഇവിടെയുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്തി ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി y ഈക്വൽ ടു a cos x പ്ലസ് b sin x എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സിമ്പിൾ ഡിഫറൻസിയേഷൻ. y-യുടെ ഡെറിവേറ്റീവ് dy by dx, a കോൺസ്റ്റന്റ്, അതുപോലെ cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് b കോൺസ്റ്റന്റ്, അതുപോലെ sin x ന്റെ ഡെറിവേറ്റീവ് cos x. ഈ കിട്ടിയതിന് ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ dy by dx ന്റെ ഡെറിവേറ്റീവ് അതാണ് d സ്ക്വയർ y by dx സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ, അതുപോലെ സൈനിന്റെ ഡെറിവേറ്റീവ് cos x, b അതുപോലെ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? ഇവിടെ a cos x പ്ലസ് b sin x. മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ a cos x പ്ലസ് b sin x. അതെന്താണ്? y ആണ്. സോ ഹിയർ എന്ത് കിട്ടും? മൈനസ് y. d സ്ക്വയർ y by dx സ്ക്വയർ, ഈ മൈനസ് y ഇപ്പുറത്തെടുത്തപ്പോൾ പ്ലസ് y ഈക്വൽ ടു 0. സൊല്യൂഷനിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഇക്വേഷനിലേക്ക് എത്താൻ സാധിച്ചു. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ
അല്ലെ, ദിസ് ഫംഗ്ഷൻ ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. പിന്നെ ചിലർ വേറെ രീതി ചെയ്യാറുണ്ട്, ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് നമ്മുടെ വൈയുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 0 കിട്ടും എന്ന് പ്രൂവ് ചെയ്താലും മതി. ആ രീതിക്കും നമുക്ക് ഇങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫൈനലി സോൾവ് dy by dx ഈക്വൽ ടു x plus y by x. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ലീനിയർ അതിന്റെ മോഡലിലാക്കാം. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x by x 1 മൈനസ് y by x എന്നിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലാക്കി ലീനിയർ എന്ന രീതി ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ദെൻ സോൾവ് ഇറ്റ്. അങ്ങനെ ചോദിച്ചാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ലീനിയർ ആക്കി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് വെരിഫൈ ചെയ്തിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യുന്നു. ആ രീതിക്കാണ് ഇവിടുത്തെ സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ കേസ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇത് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ dy by dx ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഫംഗ്ഷൻ അതിനെ എഫ് എന്ന് എടുക്കുക. സോ എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സിന്റെ പ്ലേസിൽ ലാംഡ എക്സ്, വൈയുടെ പ്ലേസിൽ ലാംഡ വൈ കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ ബൈ ലാംഡ എക്സ്. മേളിൽ നിന്നൊരു ലാംഡ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, താഴത്തെ ലാംഡയുമായിട്ട് ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് കിട്ടി. അതായത് എക്സിന് ലാംഡ എക്സ്, വൈക്ക് ലാംഡ വൈ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഒറിജിനൽ ഫംഗ്ഷൻ തന്നെ കിട്ടി. Therefore, given differential equation is a homogeneous differential equation എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഉടൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം സോൾവ് ചെയ്യാൻ. പുട്ട് y ഈക്വൽ ടു വി എക്സ് ആൻഡ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കുക. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. dy ബൈ ഡി എക്സിന്റെ പ്ലേസിൽ ഇത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈയുടെ പ്ലേസിൽ വി എക്സ് ബൈ എക്സ് ഈക്വൽ ടു മേളിൽ എക്സ് കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് വി ബൈ എക്സ്. എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 1 പ്ലസ് വി. അതായത് ഇവിടെ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? റൈറ്റ് സൈഡിൽ ഇവിടെ 1 പ്ലസ് വി ആണ്. ഈ പ്ലസ് വിയും ഈ വിയും ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു പിന്നെ ഈ 1 മാത്രമേ ഉള്ളൂ. സോ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1. അടുത്ത ഡി വി മാത്രം ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഡി എക്സ് മേളിൽ പോകുന്നു, എക്സ് താഴെ വരുന്നു. അപ്പോൾ ഡി വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. സോ ഇന്റഗ്രേഷൻ ചെയ്യുക സൊല്യൂഷൻ കാണാൻ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്, ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി. 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. നമ്മൾ തുടക്കത്തിൽ y ഈക്വൽ ടു എന്താ കൊടുത്തേ? വി എക്സ് എന്നാണ് കൊടുത്തത്. അപ്പോൾ വി എന്തായിരിക്കും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y ബൈ എക്സ്. സോ ഈ വിയുടെ പ്ലേസിൽ y ബൈ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് കൊടുക്കാം. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. തീർച്ചയായും ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എങ്കിലും ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ അതേ പാറ്റേണിലുള്ള സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ 11 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.